Hi friends, welcome back to our channel World of Tailor Birdലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് പേപ്പർ ബാഗ് ചെയ്താലോ? ന്യൂസ് പേപ്പർ കൊണ്ട്, പഴയ ന്യൂസ് പേപ്പർ കൊണ്ട് ഒരു ബാഗ് ചെയ്ത് നോക്കാം. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗങ്ങൾക്കൊക്കെ, പ്ലാസ്റ്റിക് ക്യാരി ബാഗിൻ്റെ ഉപയോഗങ്ങളൊക്കെ കുറച്ച് നമ്മൾ കൊണ്ടുവരുവാണല്ലേ. അപ്പം നമുക്ക് ന്യൂസ് പേപ്പർ ബാഗിലോട്ട് തന്നെ തിരിച്ചു പോകാം. ചാർട്ട് പേപ്പർ കൊണ്ടോ ബ്രൗൺ പേപ്പർ കൊണ്ടോ ഒക്കെ ബാഗ് ചെയ്യുക. കുറച്ച് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം നമുക്ക് പെട്ടെന്നൊരു ബാഗ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പർ കൊണ്ട് ചെയ്തിട്ട്, പഴയ ന്യൂസ് പേപ്പർ കൊണ്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. പഴയ ന്യൂസ് പേപ്പർ, ഒരു പഞ്ചിങ് മെഷീന്, പിന്നെ നമ്മളെ വൈറ്റ് ഗ്ലൂ, സിസേഴ്സ്, സ്കെയിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പഞ്ചിങ് മെഷീൻ ഇല്ലെങ്കിൽ നമുക്ക് പെൻസിൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പോയിന്റുള്ള എന്തുകൊണ്ടെങ്കിൽ നമുക്ക് സിസേഴ്സ് കൊണ്ടൊക്കെ ഹോളാക്കാം. നീറ്റായിട്ടൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തൊക്കെ നീറ്റായിട്ട് വെക്കുക. ഫോൾഡിങ്ങൊക്കെ കറക്റ്റായിട്ട് ഒന്ന് സ്കെയിലൊക്കെ ഒന്ന് ഒഴിച്ച് കറക്റ്റാക്കും. എന്നിട്ട് നമുക്കിവിടെ കുറച്ച് തിക്കായിട്ട് കിട്ടണം അല്ലേ. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഇനി ഇതിവിടെ കുറച്ച് സ്ഥലം വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ നമുക്ക് കുറച്ച് സ്ഥലം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് മടക്കിയിട്ട് അവിടെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. ഇത് തിക്കായി വെച്ച് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഹാൻഡിൽ വെക്കേണ്ടതുകൊണ്ടാണ്. ഇവിടെ കുറച്ച് ഫോൾഡ് ചെയ്ത് തിക്കാക്കി കൊടുക്കും. ഫോൾഡ് കൊടുത്തില്ലേ, ഫോൾഡിങ്. അപ്പോൾ ഇനി ഇവിടെ ഫെവിക്കോൾ ആക്കുക. നന്നായി ഫെവിക്കോൾ ഇട്ട് സ്റ്റിക്ക് ചെയ്യും. സൈഡ് ഫെവിക്കോൾ കൊണ്ട് ഞാൻ സ്റ്റിക്ക് ചെയ്തു അല്ലേ. ഇനി നമുക്ക് രണ്ട് പേപ്പറാണല്ലോ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ. അപ്പോൾ നമുക്ക് ഒരു പേപ്പർ ഇങ്ങനെ തുറന്ന് വരും ചിലപ്പോൾ കണ്ടോ. ഇപ്പം ചെയ്യുമ്പോൾ നമുക്കത് പോവും. എന്നാലും കുറച്ചുകൂടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ആ സൈഡൊന്ന് ഒട്ടിച്ച് കൊടുക്കും. ഒന്നത് തുറന്ന് വരില്ല. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഫെവിക്കോൾ ആഡ് ചെയ്തു സ്റ്റിക്ക് ചെയ്തു. ഫോൾഡ് ചെയ്ത് വെച്ചല്ലേ. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഓവർലാപ്പ് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്കവിടെ ഗമ്മുകൊണ്ട് ഗ്ലൂ കൊണ്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് ഇവിടെയൊക്കെ
സ്റ്റിക്ക് ചെയ്യണം. ഉണ്ടാകും ഇവിടെ നമുക്ക് സ്റ്റിക്ക് ചെയ്യണം. സ്റ്റിക്ക് ചെയ്യാം. ഇതിലേക്കാവരുത്, നമുക്ക് നേരെ ഇവിടെ മാത്രമേ ഗം പേസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, കോർണറിലേക്ക് മാത്രം. അതേപോലെ ഈ സൈഡും രണ്ട് സൈഡും ഗം അപ്ലൈ ചെയ്ത് ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെയും കൂടെ ഗം അപ്ലൈ ചെയ്യണം. എന്തിനാ വെച്ചാൽ ഇതിങ്ങോട്ടേക്ക് ഒട്ടി വരും അല്ലേ. ഒരു 5 മിനിറ്റ് നമുക്ക് സ്റ്റിക്കായി വന്നു. ഇനി നമ്മൾ ഈ സൈഡ് ഉണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യണം. ഇവിടെ ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യാം. ആ ബാഗിൻ്റെ സൈഡ് പാർട്ടാണ് ഈ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് ഉണ്ടോ. അതേപോലെ ഈ സൈഡും ഇത് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യും. സൈഡൊന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് സൈഡ്. എന്നെ ഇത് ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തെടുത്ത് നമുക്കിങ്ങനെ ഒന്ന് മടക്കി വെക്കണം. നമ്മളിങ്ങനെ മടക്കുക. ഇത്രയും നമ്മൾ ബാഗിൻ്റെ പണി ഇത്രയും തീർന്നു അല്ലേ. ഇനി നമുക്ക് ഹാൻഡിൽ വേണം. അതിനായിട്ട് ഇതിലൊന്ന് ഇതിൻ്റെ മിഡിൽ സെൻറ്ററായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. സെൻറ്ററിൽ നമുക്ക് അത്രയാവുന്ന ഏകദേശം ഒന്ന് മാർക്ക് ചെയ്യാം. ഒരു മാർക്ക് ചെയ്തിട്ട് അവിടെ വെക്കുക. നമുക്ക് ഇവിടെയാണ് സെൻറ്ററിൽ. അപ്പോൾ നമ്മളെ പഞ്ചിങ് ഇതിൻ്റെ അകത്ത് നമുക്ക് സെൻറ്റർ നോക്കി വെക്കാം. ഇതിലേക്ക് വെച്ചു. അപ്പം അതിൻ്റെ സെൻറ്റർ ഏകദേശം മാർക്ക് ചെയ്തിട്ട് പഞ്ചിങ് മെഷീനിലോട്ട് വെച്ചിട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇവിടെയെങ്കിലും ഒന്ന് മെഷർ ചെയ്താൽ മതി. ഇവിടെയും ഇവിടെ ഒരു 1.25 ഇഞ്ച്, ഇവിടെ അതേപോലെ 1.25 ഇഞ്ച്. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ നമുക്കിവിടെ ഹോള് വേണം അല്ലേ. ഹോളാക്കുക. അപ്പോൾ നമുക്ക് ഹോളായി കിട്ടി. ഇനി നമ്മളൊന്ന് ഇതിൻ്റെ ഉള്ളൊന്ന് ക്ലീൻ ചെയ്ത് രണ്ട് ഭാഗത്തുനിന്നും ഇനി ഞാനിപ്പോൾ ഒരു പഴയ ബാഗിൻ്റെ ഹാൻഡിലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിന് യൂസ് ചെയ്യാം. ഇതൊന്നും ഹാൻഡിലൊന്നും ആയിട്ടില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അടിയിൽ നിന്ന് മുകളിലേക്ക് എടുത്തു. നോട്ട് അവിടെ വേണം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു. അവിടെയും നോട്ടിട്ടു. അപ്പോൾ ഉണ്ടോ, ഇത്രയും പെട്ടെന്ന് നമ്മൾ പേപ്പർ ബാഗ് റെഡിയായി അല്ലേ. അപ്പോൾ കൂടെ നീറ്റായിട്ട് നമുക്ക് അത്യാവശ്യം ഒന്ന് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ സാധനം വാങ്ങിക്കാൻ നമുക്ക് ഈ ന്യൂസ് പേപ്പർ ബാഗ് കൊണ്ടുപോകാം. ഇനി കുറച്ച് 3-4 പേപ്പർ ഒരുമിച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബാഗിന് കുറച്ചുകൂടെ വെയിറ്റ് എടുക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ ഇതിൻ്റെ അകത്തിട്ട് കാണിച്ചു തരാം.
നമുക്കിങ്ങനെയും ഉണ്ടോ, കുറച്ച് വെയിറ്റൊക്കെ എടുക്കാം. ഇതിപ്പോൾ ഒരു പേപ്പർ ആയതുകൊണ്ട് സിസേഴ്സ് വേണ്ട. ഉണ്ടോ, നമുക്ക് അത്യാവശ്യം ഒന്ന് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോവാം. അതേപോലെ ഇത് ബ്രൗൺ പേപ്പർ കൊണ്ട് ചെയ്തിട്ടുണ്ട്. ബ്രൗൺ പേപ്പർ കൊണ്ടും നമുക്കിങ്ങനെ തിക്ക് ബ്രൗൺ പേപ്പർ കൊണ്ടും ഇങ്ങനെ ബാഗ് ചെയ്യാം. കണ്ടോ, അത് കുറച്ച് തിക്കായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുറച്ച് വെയിറ്റ് എടുക്കാൻ പറ്റും. ഇവിടെയൊക്കെ നമുക്ക് കണ്ടോ മടക്കുമ്പോൾ കുറച്ചുകൂടി തിക്കാണ്. തിക്ക് പേപ്പർ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കുക. കൂട്ടുകാർക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.